ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മുടെ എം.കോം ഫസ്റ്റ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് പോളിസി എന്ന സബ്ജക്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. എനിക്കറിയാം എക്സാംസ് ഇപ്പോൾ അടുത്ത് വന്നു, എല്ലാവരും കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ചില അസൗകര്യങ്ങൾ മൂലമാണ് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഇനിയിപ്പോൾ ഞാൻ പരമാവധി ഇപ്പോൾ ചാപ്റ്റർ വൈസ് ഇടുന്നത് നിങ്ങൾക്കത് കുറച്ചുകൂടെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതല്ലാതെ ഇമ്പോർട്ടൻ്റ് ഓരോ ചാപ്റ്റർ വൈസ് നോക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിനെ പറ്റി അറിയാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. പലരും ക്ലാസ്സുകളിൽ പോവാത്ത കുട്ടികളായിരിക്കും ഈ സംഭവം കാണുന്നതും കേൾക്കുന്നതൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ചാപ്റ്റർ വൈസ് തന്നെ നിർബന്ധമായിട്ട് ഇടുന്നത്. പരമാവധി ഞാൻ ഒരു 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് തീർക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് അധികം വൈകിക്കാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഷോർട്ട് ആൻസർ ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്. പിന്നെ നമുക്ക് എസ്സേയുടെ ഞാൻ ആൻസേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് കുറച്ച് ഭയങ്കര ലോങ് ആണ്. അപ്പോൾ അത് ഞാനിതിൽ കൊടുത്തിട്ടില്ല. എസ്സേയുടെ വേണമെന്നുള്ളവർ എനിക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ഫസ്റ്റത്തെ ഷോർട്ട് ആൻസറിൽ ആദ്യത്തെ ഡിഫൈൻ ഇക്കണോമിക് സിസ്റ്റം. ഇക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. An economic system is the system of production, distribution and consumption of goods and services of an economy. അതായത് നമ്മളൊരു ഇക്കണോമീനെ എടുക്കുമ്പോൾ ആ ഒരു ഇക്കണോമിയിൽ എന്താണ് പ്രൊഡക്ഷൻ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും, കൺസംഷൻ ഉണ്ടാവും. പ്രൊഡക്റ്റ് മാത്രമല്ല, അതിൽ നമ്മൾ സർവീസസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവത്തിനെ ആ ഇക്കണോമിക് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നതിനെ എല്ലാത്തിനെയാണ് ലൈക്ക് ഇപ്പോൾ എല്ലാ സംഭവങ്ങളും പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സർവീസസ്, പ്രോഡക്റ്റ് എല്ലാം കൂടെ പറയുന്ന ഒരു പേരാണ് ഈ പറഞ്ഞ പോലെ ഇക്കണോമിക് സിസ്റ്റം. ആൻഡ് ഇക്കണോമിക് സിസ്റ്റം കവേഴ്സ് ദ ഇക്കണോമിക് എലമെൻറ്റ്സ് ആൻഡ് പാർട്ടിസിപ്പൻസ്. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇക്കണോമിക് എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലേബർ, ഓൺട്രപ്രണർ, അങ്ങനെ കുറേ എലമെൻറ്റ്സ് വരുന്നുണ്ട് ഇക്കണോമിക്കലി. ഇക്കണോമിക് സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ നമ്മൾ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആ സാധനമൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് ക്യാപിറ്റൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഹൗസ് ഹോൾഡ് ആസ് വെൽ ആസ് ദ എൻ്റർപ്രൈസസ്. അതിലിപ്പോൾ പബ്ലിക് എൻ്റർപ്രൈസസ്, ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന എൻ്റർപ്രൈസസും വരും, പ്രൈവറ്റ് ആൾക്കാരുടെ കയ്യിലുള്ള എൻ്റർപ്രൈസസും വരുന്നുണ്ട് ഇക്കണോമിക് സിസ്റ്റത്തിൽ. ആൻഡ് ദർ കൺട്രോൾ ഓവർ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ്. അതായത് ഇപ്പോൾ പ്രൈവറ്റിനും ഗവൺമെൻറ്റിനൊക്കെ ആ സെർട്ടൈൻ ഗുഡ്സിൻ്റെ മുകളിലുള്ള കൺട്രോളും കാര്യങ്ങളും ഉണ്ടാവും. ചിലർക്ക് ചിലത് ആക്സസ് ഉണ്ടാവില്ല, ചില ഗ്രൂപ്പിന് ചിലത് ആക്സസ് ഉണ്ടാവും. അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇക്കണോമിക് സിസ്റ്റം നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഇക്കണോമിക് സിസ്റ്റം. ഇനി ഇക്കണോമിക് സിസ്റ്റത്തിൻ്റെ ടൈപ്സ് ചോദിക്കുന്നുണ്ട്. ടൈപ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ബേസിക്കാണ്. ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, മിക്സഡ് ഇക്കണോമി. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ക്യാപിറ്റലിസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന രീതിക്ക്, ലൈക്ക് ഇപ്പോൾ ഫ്രീ മാർക്കറ്റ് ഇക്കണോമി എന്താണെന്ന് ചോദിക്കും. നമുക്കിപ്പോൾ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സ്ഡ് ഇക്കണോമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. പക്ഷേ ഫ്രീ മാർക്കറ്റ് എന്താണ്, ലൈക്ക് ഇപ്പോൾ വേറെ ഇപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ക്വസ്റ്റ്യൻ സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. അപ്പോൾ ആ ടേംസ് കറക്റ്റ് എന്താണ്, അത് എന്താണെന്ന് പഠിച്ചിട്ട് പോകാം എല്ലാവരും. പിന്നെ ഇമ്പോർട്ടൻറ്റ് വണ്ണാണ് നീതി ആയോഗ്. നീതി ആയോഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നല്ലോണം ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷനാണ്. ചെറിയ ക്വസ്റ്റ്യൻസ് തൊട്ട് 4 മാർക്കിൻ്റെ പിന്നെ എന്താണ് എസ്സേ ഒക്കെ നീതി ആയോഗ് വരുന്നത് കണ്ടിട്ടുണ്ട്. നീതി ആയോഗ് ഈസ് എ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പോളിസി think tank established by Prime Minister Narendra Modi after his having dissolved the Planning Commission. ഇപ്പോൾ നമുക്കിതിൽ തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അത് ലൈക്ക് ഇപ്പോൾ ഓരോ ഓർഗനൈസേഷൻസ് ഉണ്ടാവും, ഇങ്ങനെ പോളിസീസ്, സ്ട്രാറ്റജീസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വിശകലനം ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ ഓർഗനൈസേഷനെ കളക്റ്റീവായിട്ട് പറയുന്നതാണ് ഈ തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നീതി ആയോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പോളിസീസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ, അതിനു വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ, നമുക്ക് പ്ലാനിംഗ് കമ്മീഷനാണ് മറ്റേ ഇന്ദിരാഗാന്ധിയുടെ ടൈം തൊട്ടിട്ട് നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻസ് ഉണ്ട്. പ്ലാനിംഗ് കമ്മീഷൻസിന് ബദലായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഫേമാണ് നീതി ആയോഗ്. Niti Aayog will develop mechanism to formulate credible plan to the village level and aggregate this progressively at high levels of government.
അതായത് ഇപ്പോൾ വില്ലേജ് ലെവൽ തൊട്ടിട്ട് ക്രെഡിബിൾ ആയിട്ടുള്ള വില്ലേജ് ലെവൽ തൊട്ടിട്ട് അവരുടെ ഗ്രോത്തിന് തൊട്ടിട്ട് എന്ത് പ്ലാൻ ഫോർമുലേറ്റ് ചെയ്താലാണ് ഇവിടെ ഗ്രോത്ത് ഉണ്ടാവുക, ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക, അങ്ങനത്തെ ഒരു ഗ്രോത്ത് ഉദ്ദേശിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേമാണ് ഈ നീതി ആയോഗ്. അതായത് ഇത് ഗവൺമെൻറ്റിൻ്റെ ടോപ്പ് ലെവൽ, ഹയർ ലെവലിലാണ് ഈ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ അങ്ങനത്തെ ഒന്നല്ല, ടോപ്പ് ലെവലിൽ സെൻട്രൽ ഗവൺമെൻറ് കീഴിലൊക്കെ തന്നെയാണ് ഈ നീതി ആയോഗ് വരുന്നത്. It will ensure special attention to the section of society that may be at risk of not benefiting adequately from economic progress. ഇക്കണോമിക് പ്രോഗ്രസ്, നമുക്ക് ചുറ്റും ഇക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാവാം, പക്ഷേ നീതി ആയോഗ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇക്കണോമിക് പ്രോഗ്രസ്സിൽ പെടാത്തത്, ലൈക്ക് ഇപ്പോൾ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാത്ത ഒരു ടീംസ് ഉണ്ടാവും നമ്മളെ ഇക്കണോമിയിൽ, അവരൊന്ന് ഫോക്കസ് ചെയ്തിട്ടാണ് നീതി ആയോഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മറ്റ് ചാപ്റ്റേഴ്സിൽ പോലെ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇല്ല. പാരഗ്രാഫ്, സിമ്പിൾ ടു മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കോമൺലി വരുന്നത് ഈ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, മാർക്ക് കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫ്രീ മാർക്കറ്റ് ഇക്കണോമിക്സ്, എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഫ്രീ മാർക്കറ്റ് എന്താണ്. നമുക്ക് ഫ്രീ മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല, അത് നമുക്ക് നോക്കാം. ഓക്കെ, അക്കോർഡിംഗ് ടു ജോർജ് പിന്നെ എൻ ഹാലിൻ, ദ പ്രൈവറ്റ് എൻ്റർപ്രൈസ് ഹാസ് ദ ഗ്രേറ്റസ്റ്റ് ഫ്രീഡം ഇൻ ദ ഫ്രീ മാർക്കറ്റ് ഇക്കണോമി ക്യാരക്ടറൈസ്ഡ് ബൈ ഫോളോയിങ് അസംഷൻസ്. അതായത് ഈ പ്രൈവറ്റ് ഫേംസിനായിരിക്കും ഈ ഫ്രീ മാർക്കറ്റ് ഇക്കണോമിയിൽ റോള് കൂടുതലുള്ളത്. കുറച്ച് അസംഷൻസ് ഉണ്ട്, ആ അസംഷൻസ് നമുക്ക് നോക്കാം. ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആർ പ്രൈവറ്റ്ലി ഓൺഡ് ബൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ പ്രൈവറ്റ്ലി ഓൺഡ്. അതായത് പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രൈവറ്റ് ആയിട്ട് ഓൺ ചെയ്യുന്നത് ഈ പറഞ്ഞ ഫ്രീ മാർക്കറ്റ് ഇക്കണോമിയിൽ. പിന്നെ ഇൻകം ഈസ് റിസീവഡ് ഇൻ മോണിറ്ററി ഫോംസ്. ഇൻകം മോണിറ്ററി ഫോംസിൽ തന്നെയാണ് റിസീവ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇൻകം റിസീവ് ചെയ്യുന്നത്? സെയിൽ ഓഫ് സർവീസ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഈ പറഞ്ഞ സർവീസസ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് ക്യാപിറ്റൽ, ലേബർ, എംപ്ലോയ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മളെ ഇതിൽ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാം അല്ലേ. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ സർവീസസ് സെയിൽ ചെയ്യുന്നത് വഴി കിട്ടുന്ന എമൗണ്ടും പിന്നെ പ്രോഫിറ്റ് ഓഫ് ദ പ്രൈവറ്റ് എൻ്റർപ്രൈസസിൻ്റെ പ്രോഫിറ്റ്സും ഉണ്ടാവും. ഇത് കളക്റ്റീവ്ലി ആണ് മോണിറ്ററി നമുക്ക് പൈസ ആയിട്ട് കിട്ടുന്നു എന്ന് പറയുന്നത്. അത് നടക്കുന്നത് എവിടെയാണ്? ഫ്രീ മാർക്കറ്റ് ഇക്കണോമിയിലാണ്. ഓക്കെ, അടുത്തത് members of the free market have freedom of choice in so far as consumption, occupation, savings and investment are concerned. അതായത് ഈ ഫ്രീ മാർക്കറ്റ് ഇക്കണോമിയിലുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള തിരഞ്ഞെടുക്കാനുള്ള, ഇപ്പോൾ ജോലിയാണെങ്കിലും എന്താണെന്ന് വെച്ചാൽ സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് ഫ്രീ മാർക്കറ്റിൽ. നെക്സ്റ്റ് ഡി പോയിന്റ്, ദ ഫ്രീ മാർക്കറ്റ് ഇക്കണോമി ഇസ് നോട്ട് പ്ലാൻഡ്, കൺട്രോൾഡ് ഓർ റെഗുലേറ്റഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് അല്ല ഇതൊന്നും പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അവരെ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതൊന്നും ഗവൺമെൻറ് അല്ല. ദ ഗവൺമെൻറ് സാറ്റിസ്ഫൈ കമ്മ്യൂണിറ്റി ഓർ കളക്റ്റീവ് വൺസ്. ഇപ്പോൾ എന്തെങ്കിലും കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കളക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും വാൺസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അത് സാറ്റിസ്ഫൈ ചെയ്യും തീർച്ചയായിട്ടും. ബട്ട് ഡസ് നോട്ട് കോമ്പീറ്റ് വിത്ത് പ്രൈവറ്റ് ഫേംസ് ആയിട്ട് അവർ കോമ്പറ്റീഷൻ ഒന്നും പോവില്ല. ഓർ ഡസ് ഇറ്റ് ടെൽ ടു ദ പീപ്പിൾ വേർ ടു വർക്ക് ഓർ വാട്ട് ടു പ്രൊഡ്യൂസ്. പിന്നെ ഗവൺമെൻറ് എന്താണ് എവിടെ വർക്ക് ചെയ്യണം, എന്തുണ്ടാക്കണം, അങ്ങനത്തെ പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഈ ഒരു ഇക്കണോമിയിൽ ഒന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇതാണ് അപ്പോൾ ഫ്രീ മാർക്കറ്റ് ഇക്കണോമിയുടെ അസംഷൻസ്. അടുത്തത് സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി. സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ആൻ ഇക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ദ സ്റ്റേറ്റ് ഓർ ഗവൺമെൻറ് to one degree or another manages the economy. നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രൈവറ്റിൻ്റെയാണ് ഫ്രീ മാർക്കറ്റ്. ഇതെന്ന് പറഞ്ഞാൽ സെൻട്രലി പ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ഇറ്റ് മോസ്റ്റ് എക്സ്റ്റെൻസീവ് ഫോം ഈസ് റെഫേർഡ് ടു ആസ് കമാൻഡ് ഇക്കണോമി. കമാൻഡ് ഇക്കണോമി എന്നും പറയും, വേറെ പേരുണ്ട് കമാൻഡ് ഇക്കണോമി, സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി ഓർ കമാൻഡ് ആൻഡ് കൺട്രോൾ ഇക്കണോമി അതും കൂടെ പറയും. മെയിനായിട്ട് ഇതിൽ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റാണ് ഇത് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാനിത് ഷോർട്ടായിട്ട് ചെയ്തിരിക്കുന്നതാണ്, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്ത് കുറച്ചും കൂടെ പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ മാർക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ 4 മാർക്കിന് എഴുതി കഴിഞ്ഞാൽ നിൽക്കില്ല, കാരണം ഒരുപാട് ഉണ്ടാവും. ഞാൻ 4 മാർക്കിന് എഴുതുമ്പോൾ 2 പുറമാണ് എഴുതുക, പേജ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാം. ഇപ്പോൾ ഇത് മാത്രം എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ ജയിക്കില്ലേ? അതിപ്പോൾ ഞാൻ പറയാം, ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റ് കിട്ടുന്നല്ലാണ്ട് ചിലപ്പോൾ 1 മാർക്കോ 2 മാർക്കോ കിട്ടും, അതിൽ കൂടുതലൊന്നും കിട്ടില്ല കേട്ടോ.
പിന്നെ വാട്ട് ഇസ് മിക്സഡ് ഇക്കണോമി? മിക്സഡ് ഇക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് ഇക്കണോമീസ് ആർ ഇൻ ബിറ്റ്വീൻ ക്യാപിറ്റലൈസ്ഡ് ആൻഡ് സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി അണ്ടർ വിച്ച് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ എക്സിസ്റ്റ്. നേരത്തെ നമ്മൾ ഓരോന്ന് പറഞ്ഞു. ഇത് മിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റും പബ്ലിക്കും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇക്കണോമീനെയാണ് മിക്സഡ് ഇക്കണോമി എന്ന് പറയുന്നത്. ഇൻ മെനി മിക്സഡ് ഇക്കണോമീസ് സെവറൽ ബേസിക് ആൻഡ് സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ് ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ സ്റ്റേറ്റ്. അതായത് മിക്സ്ഡ് ഇക്കണോമീസിൽ കുറേ ഓർഗനൈസേഷൻസ് ഉണ്ടാവും, ഇൻഡസ്ട്രീസ് ഉണ്ടാവും, പിന്നെന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൽ മെജോറിറ്റി അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് ഓൺ ചെയ്യുന്നത് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആ മിക്സ്ഡ് ഇക്കണോമിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അടുത്തത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് 5-year പ്ലാൻ? 5-year പ്ലാൻ്റെ ഒബ്ജക്റ്റീവ്, 5-year പ്ലാൻ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു അല്ലേ. നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് 5-year പ്ലാൻ ആണ്. 5-year പ്ലാൻ നമുക്കറിയാം മുൻപ് കാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കളഞ്ഞിട്ട് അത് ഡിസോൾവ് ചെയ്തിട്ടാണ് നീതി ആയോഗിലേക്ക് വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. 5-year പ്ലാൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു? അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ടു അച്ചീവ് എ 5-year പ്ലാനിനെ പറ്റിയിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. 5-year പ്ലാനിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. മുൻപ് 5-year പ്ലാൻ ആയിരുന്നു, പിന്നെ അതെന്തിലേക്കാണ് മാറിയത്? നീതി ആയോഗിലേക്കാണ് നമ്മളുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ചേഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പം 5-year പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം? അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ടു അച്ചീവ് എ ഹയർ ലെവൽ ഓഫ് നാഷണൽ ഓർ പെർ ക്യാപിറ്റ ഇൻകം പെർ ക്യാപിറ്റ ഇൻകവും നാഷണൽ ഇൻകവും ഇതായിരുന്നു മെയിൻ കോൺസെൻട്രേഷൻ. ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് കൂട്ടാൻ മീൻസ് ടോപ്പ് ലെവലിലേക്ക് എത്താന്നുള്ളൊരു തരത്തിലുള്ള പ്ലാനിങ്സ് ആണ് നടന്നിരുന്നത്. ടു അച്ചീവ് ഫുൾ എംപ്ലോയ്മെൻറ്റ്, അതായത് പണ്ട് കാലത്തൊക്കെ ഇപ്പോഴും എംപ്ലോയ്മെൻറ്റ് റേറ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസങ്ങൾ പണ്ടത്തേനെക്കാട്ടിലും ഭേദമാണ്. പക്ഷെ പണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു ടൈമിൽ എംപ്ലോയ്മെൻറ്റ് വർദ്ധിപ്പിക്കുക അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു. ടു റെഡ്യൂസ് ഇനീക്വാളിറ്റി ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, അതിപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇൻകം വെൽത്തും തമ്മിലുള്ളൊരു ഒരു തുല്യത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അതായത് ഇങ്ങനെ പാവപ്പെട്ടവർ, പണക്കാർ, അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ മൊത്തത്തിൽ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം, അതൊക്കെയായിരുന്നു മെയിൻ ഉദ്ദേശം. പിന്നെ ടു റേസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം റേഷ്യോ, ലൈക്ക് ഇപ്പോൾ വരുമാനം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വരുമാനമുണ്ട്, പക്ഷെ അത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന് കിട്ടുന്നൊരു സേഫ്റ്റി വേറെ തന്നെയാണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇൻകം അങ്ങനത്തെ ഒരു റേഷ്യോ ഇൻക്രീസ് ചെയ്യുക. പിന്നെന്താ, സോഷ്യലിസ്റ്റിക് സൊസൈറ്റി ബേസ്ഡ് ഓൺ ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കുത്തക വ്യവസായം ആ ഒരു ടൈപ്പിലേക്ക് പോവുള്ളൂ. ഇപ്പോൾ സോഷ്യലിസ്റ്റിക് അങ്ങനത്തെ ഒരു രീതിയിൽ എടുക്കുമ്പോൾ എല്ലാവർക്കും ജസ്റ്റിസും എല്ലാ കാര്യങ്ങളും ഈക്വൽ ആയിരിക്കും. അതൊന്ന് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. ഇതൊക്കെയായിരുന്നു 5-year പ്ലാൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ്. പിന്നെ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ പ്ലാനിങ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. ഇന്ത്യൻ പ്ലാനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് കംപ്ലീറ്റ് ഡെമോക്രാറ്റിക് ആയിരുന്നു. ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൽ നടന്നിട്ടുള്ളത്. പിന്നെ ഡീസെൻട്രലൈസ്ഡ് ആണ്, അതായത് ഒരിക്കലും ഒരു സെൻട്രലൈസ്ഡ് ആയിരുന്നില്ല, ഒരാളിലേക്ക് ഒതുങ്ങുക അല്ലെങ്കിൽ ഒരു ടേമിലേക്ക് ഒതുങ്ങുക, അങ്ങനത്തെ ഒരു സാധനം ആയിരുന്നില്ല. ഡീസെൻട്രലൈസേഷൻ ആയിരുന്നു. ഡീസെൻട്രലൈസേഷൻ എന്താണ്? എല്ലാവർക്കും സെൻട്രൽ ഒരു പോയിന്റിലേക്ക് ഒതുങ്ങാതെ എല്ലാവർക്കും ഇങ്ങനെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഡീസെൻട്രലൈസേഷൻ. സോഷ്യലിസ്റ്റ് വ്യൂ, നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റലിസ്റ്റ് അല്ല, കുത്തകി അല്ല, സോഷ്യലിസ്റ്റ്. മൊത്തത്തിൽ നന്നാവുമ്പോൾ എല്ലാവരും നന്നാവണം, ഇൻകം ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതാണ് സോഷ്യലിസ്റ്റിക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നേച്ചർ ഓഫ് പ്ലാനിങ് ബോഡിയുടെ നേച്ചർ അനുസരിച്ചിട്ട്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ പ്ലാനിങ് ഒക്കെ ഈ പറഞ്ഞ പോലെ സോഷ്യലിസ്റ്റ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് ആ ഒരു ലെവലാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേച്ചർ തന്നെയായിരുന്നു. പിന്നെ ഇന്ത്യൻ പ്ലാനിങ്ങിന് ഓരോ കാലഘട്ടങ്ങളും ടൈമും കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടാണ് പ്ലാനിങ്സ് നടന്നിരുന്നത്. പിന്നെ റീജിയണൽ ഡെവലപ്മെൻറ്റും
ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ത്യൻ പ്ലാനിങ്ങിനെ പറ്റി നമ്മുടെ ടെക്സ്റ്റിൽ വിശദമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നോക്കിയപ്പോൾ ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ ഫീച്ചേഴ്സിലേക്ക് ഒതുക്കിയത്. ഇപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഹൈലൈറ്റ് പോയിന്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ താഴെ ഒരുപാട് വരുന്നുണ്ട്. 4 മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 മാർക്കൊക്കെ വരുമ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ഇനി വരുന്നത് കേട്ടോ. വാട്ട് ആർ ദ ഫങ്ഷൻ ഓഫ് പ്ലാനിങ് കമ്മീഷൻ? പ്ലാനിങ് കമ്മീഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇത് തോന്നും. പക്ഷേ ഇതിനൊന്നും നമുക്ക് കളയാനില്ല. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് എഴുതേണ്ടി തന്നെ വന്നു എനിക്ക്. അതാണ് കേട്ടോ. മേക്ക് ആൻ അസസ്മെൻറ്റ് ഓഫ് ദ മെറ്റീരിയൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ദ കൺട്രി. അതായത് നമ്മളുടെ കൺട്രിയിൽ റിസോഴ്സസ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ടൈപ്പ് റിസോഴ്സസ് ആണ്. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, പിന്നെ എന്താ ടെക്നിക്കൽ ഉണ്ട്, പേഴ്സണൽ ഉണ്ട്. ഇതൊക്കെ റിസോഴ്സസ് ആണ്. ഈ റിസോഴ്സസിനെ പറ്റിയിട്ട് ഒരു അസസ്മെൻറ്റ് ഉണ്ടാക്കണം. എന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ദ പോസിബിലിറ്റീസ് ഓഫ് ഓഗ്മെൻറ്റിങ് സച്ച് ഓഫ് ദിസ് റിസോഴ്സസ്. അതായത് ഈ റിസോഴ്സസിനെ പറ്റി ഒന്ന് ഒരു കണക്കെടുക്കണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അന്വേഷിക്കണം. ഈ റിസോഴ്സസ് ഇപ്പോൾ ഇനഫാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഡെഫിഷ്യൻ്റ് ആണോ, കുറവാണോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്യലാണ് മെയിനായിട്ട്. റിസോഴ്സസിനെ വെച്ചിട്ടാണ് ഈ പ്ലാനിങ് കമ്മീഷൻ്റെ ഒക്കെ കളി വരുന്നത്. സോ അവർക്ക് റിസോഴ്സസ് ഏത് ലെവലിൽ നിൽക്കുന്നു, ഇപ്പോൾ ഈ ലെവലിൽ കുറവാണ്, ഈ ഒരു സ്റ്റേജിൽ കുറവാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കൂട്ടാനുള്ള പ്ലാനിങ്സ് ഉണ്ടാക്കണം, ഫോർമുലേറ്റ് ചെയ്യണം. അതാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. അടുത്തത് ഫോർമുലേറ്റ് എ പ്ലാൻ ഫോർ ദ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ബാലൻസ്ഡ് യൂട്ടിലൈസേഷൻ ഓഫ് കൺട്രീസ് റിസോഴ്സസ്. അതായത് കൺട്രിയുടെ റിസോഴ്സസ് ഫോർമുലേറ്റ് ചെയ്യുക. ലൈക്ക് ഒരു പ്ലാൻ നമ്മൾ ഫസ്റ്റ് ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രിയുടെ റിസോഴ്സസ് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം. അതാണ് ഇവിടെ സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ഓൺ ഡിറ്റർമിനേഷൻ ഓഫ് പ്രയോറിറ്റീസ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഓൺ ഡിറ്റർമിനേഷൻ ഓഫ് പ്രയോറിറ്റീസ് ഡിഫൈൻ ദ സ്റ്റേജസ് ഇൻ വിച്ച് പ്ലാൻ ഷുഡ് ബി ക്യാരിഡ് ഔട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റീസ് അനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ സ്റ്റേജിലും ഇത്രയ്ക്ക് റിസോഴ്സസ് വേണം, അല്ലെങ്കിൽ ഇവിടെ ഇത്ര ഡെഫിഷ്യൻ്റ് ആണെന്ന് കണ്ടുപിടിക്കണം. ഇതൊക്കെയാണ് മെയിനായിട്ട് പ്ലാനിങ് കമ്മീഷൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അത് ഓക്കെ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം. അടുത്ത പോയിന്റ് നോക്കാം. ഇൻഡിക്കേറ്റ് ദ ഫാക്ടേഴ്സ് വിച്ച് ആർ ടെൻഡിങ് ടു റിട്ടാർഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിറ്റർമൈൻ ദ കണ്ടീഷൻ വിച്ച് ഇൻ വ്യൂ ഓഫ് ദ കറൻറ്റ് സോഷ്യൽ. അതായത് ഇപ്പോൾ നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നല്ലൊരു ഫാസ്റ്റായിട്ടൊന്നല്ല പോകുന്നത്. ഒരു സാധാരണഗതിയിൽ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും താഴത്തെ രീതിയിൽ കൂടെ മന്ദമായിട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഇത്തരത്തിൽ പോകാൻ വേണ്ടിയിട്ട് വിടുന്നത്, ലൈക്ക് ഇപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ ആവുന്നത്, അങ്ങനത്തെ കണ്ടീഷൻസൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. പിന്നെ ഓഫ് കോഴ്സ് അതിൻ്റെ കൂട്ടത്തിൽ കറൻറ്റ് സിറ്റുവേഷൻ, സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള കറൻറ്റ് സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് വേണം നമ്മളത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡിറ്റർമൈൻ ദ നേച്ചർ ഓഫ് ദ മെഷീനറി വിച്ച് വിൽ ബി നെസസറി ഫോർ സെക്യൂറിങ് ദ സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഈച്ച് സ്റ്റേജ് ഓഫ് ദ പ്ലാൻ ഇൻ ഓൾ ഇറ്റ്സ് ആസ്പെക്ട്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സ്റ്റേജിൻ്റെയും സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷന് ശേഷം അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള നേച്ചർ ഓഫ് മെഷീനറി ആണ് ആവശ്യം, ആ ഒരു സംഭവം ഡിറ്റർമൈൻ ചെയ്യുക. ലൈക്ക് ഇപ്പോൾ അത് ഓക്കെ ആണോ, നല്ലതാണോ, അല്ലെങ്കിൽ അതിന് ആപ്റ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യണം ഓരോ സ്റ്റേജസിൻ്റെ. പിന്നെ അതാണ് മെയിനായിട്ട് അത്ര തന്നെയാണ് പോയിന്റ്. ഇപ്പോൾ ഈ പ്ലാനിങ് കമ്മീഷൻ്റെ വർക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് റിപ്പീറ്റേഷൻ തന്നെയാണല്ലോ എന്ന്. സത്യം തന്നെയാണ്. അവർക്ക് ഈ പ്ലാനുകൾ ഫോർമുലേറ്റ് ചെയ്യുക, അത് ഓക്കെ ആണോ നോക്കുക, അതൊക്കെ തന്നെയാണ് അവരുടെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് അപ്രൈസ് ഫ്രം ടൈം ടു ടൈം ദ പ്രോഗ്രസ് അച്ചീവ്ഡ് ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് ഈച്ച് സ്റ്റേജ് ഓഫ് ദ പ്ലാൻ. അതായത് ഈ പ്രോഗ്രസ് അച്ചീവ് ചെയ്യണമല്ലോ,
അപ്പോൾ പ്രോഗ്രസ് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വെറുതെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ അത് മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്രൈസൽ ചെയ്യണം. അതായത് ഇപ്പോൾ ഇൻ്റർവ്യൂമായിട്ട് ഇടക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നമ്മുടെ ടീച്ചേഴ്സ് നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ നമുക്ക് തരില്ല. അതുപോലെ തന്നെ ഇവരും അപ്രൈസൽ ഉണ്ടാവണം. ഇവർക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ, അവർ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇനി അവർ ഇമ്പ്രൂവ് ചെയ്യണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കണം ഓരോ സ്റ്റേജിലും. ആൻഡ് റെക്കമെൻഡ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പോളിസിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യണം. ആൻഡ് മെഷർ ദാറ്റ് സച്ച് അപ്രൈസൽ മേ ഷോ ടു ബി നെസസറി. ആൻഡ് ഈ അപ്രൈസൽസ് ഒക്കെ നെസസറി തന്നെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ഡിറ്റർമൈൻ ചെയ്യണം. അടുത്തത് മേക്ക് സച്ച് ഇൻ്ററിം ഓർ ആൻസിലിയറി റെക്കമെൻഡേഷൻ. അനുബന്ധമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് നമ്മൾ ചെയ്യണം. ഈ പറഞ്ഞ ആളുകൾ നമുക്ക് ഇത് എന്താണ് ഡിവൈഡ് ചെയ്ത് കൊടുത്ത ആളുകൾക്ക് അതിന് അനുസരിച്ചിട്ട് ഇടക്കാലത്തും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്ലാനുകൾ കഴിഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് അവർക്ക് കൊടുക്കണം. ആൻഡ് അതന്നെ ഇപ്പോൾ ഓരോരുത്തർക്കും ഒരു ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അവരുടെ അടുത്താണ് നമ്മൾ ഇത് റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുക്കേണ്ടത്. പിന്നെ വരുന്നത് ഓൺ എ കൺസിഡറേഷൻ ഓഫ് പ്രിവൈലിംഗ് ഇക്കണോമിക് കണ്ടീഷൻ, കറൻറ്റ് പോളിസീസ്, മെഷർ ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അതായത് ഇപ്പോൾ നമ്മൾ കറൻറ്റ് സിറ്റുവേഷൻ ഇപ്പോൾ ഇക്കണോമിക്കലി ഇന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട്, കറൻറ്റ് പോളിസീസ് നമ്മളുടെ നാട്ടിൽ കറൻറ്റ് പോളിസീസ് ഇത്രയൊക്കെയാണ്, ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇതൊക്കെ എക്സാമിൻ ചെയ്യണം, മെഷർ ചെയ്യണം. പിന്നെ എന്നിട്ട് വേണം ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ തന്നെ. മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ പ്രിവെയിലിംഗ് കണ്ടീഷൻ അനുസരിച്ചിട്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടോപ്പ് ലെവൽ ഗവൺമെൻറ്റാണ് ഇത് കൂടുതൽ ചെയ്യുന്നത്. അവരുടെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ അവരുടെ പോളിസീസ് അനുസരിച്ചിട്ട് വേണം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനും. ഡെലിഗേഷൻ അവർ ലൈക്ക് ഡെലിഗേറ്റ് ചെയ്താലും ഡ്യൂട്ടി അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാനും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ പോയിന്റുകൾ കുറേ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടതാണെന്ന് മനസ്സിലായില്ലേ. അടുത്തത് വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് 11th പ്ലാൻ. നമുക്ക് 12th ആണ് ലാസ്റ്റത്തെ പ്ലാൻ ആയിരുന്നു, അതിന് ശേഷമാണ് നീതി ആയോഗ് വന്നത്. 11th പ്ലാനിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫണ്ടമെൻ്റൽ വിഷൻ ഓഫ് 11th പ്ലാൻ. 11th പ്ലാൻ 2007 തൊട്ടിട്ട് 12 വരെയുള്ള കാലഘട്ടത്തിലാണ് ഉണ്ടാവുക. 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ 5 വർഷമാണ് കേട്ടോ ഉണ്ടാവുക. നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ 2007 തൊട്ട് 5 വർഷം 12 വരെ is to build on our strength to trigger a development process which ensures broad-based improvement in the quality of life of the people. അതായത് ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആളുകളുടെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, ലൈഫ് സ്റ്റൈലിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തന്നിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് ഇവരുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എങ്ങനെ ട്രിഗർ ചെയ്യാം, ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കലാണ് 11th പ്ലാനിൽ മെയിൻ ഉദ്ദേശമുണ്ടായിരുന്നത്. പിന്നെ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് മൈനോറിറ്റീസിനെയാണ്. ലൈക്ക് SC, STs, OBCs, പിന്നെ ബാക്ക്വേർഡ് കാസ്റ്റ് അങ്ങനെയുള്ളവരുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരുത്താനും അവർക്ക് ഇക്കണോമിക് പ്രോഗ്രസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ആണ് ഈ പറഞ്ഞ പോലെ 11th 5 ഇയർ പ്ലാനിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് 12th പ്ലാൻ. 12th പ്ലാനിൻ്റെ കാര്യം പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ 12th പ്ലാനിൽ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നത് നോക്കാം. സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് തന്നെയാണ് 12th മെയിനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടു റിമൂവ് ജെൻഡർ ആൻഡ് സോഷ്യൽ ഗ്യാപ്പ് ഇൻ സ്കൂൾ എൻറോൾമെൻറ്റ്. അതായത് ഇപ്പോൾ പിള്ളേരെ സ്കൂളിലേക്ക് ചേർക്കാൻ പോകുമ്പോഴാണ് കുറച്ചിങ്ങനെ കൂടുതൽ ജെൻഡറും, ഇപ്പോഴല്ല കേട്ടോ, പണ്ട് കാലത്ത് ജെൻഡറിലും പിന്നെ സോഷ്യൽ ഗ്യാപ്പൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഇല്ലാണ്ടാക്കുക. പിന്നെ എൻഹാൻസ് ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൂടുതൽ ആക്സസിബിലിറ്റി കൊടുക്കുക. ഈ പണ്ടത്തെ ഒരു ടൈമിൽ ഇപ്പോൾ ഈ 2012 തൊട്ടുള്ള കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഇതൊക്കെ നിലനിന്നിരുന്നു. നമുക്ക് മനസ്സിലാവില്ല. നോർത്ത് സ്റ്റേറ്റ്സിലൊക്കെയാണ് കൂടുതൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ അന്ന് കാലത്ത് കിട്ടിയിരുന്നു.
പിന്നെ ടു റെഡ്യൂസ് മാൽ ന്യൂട്രീഷൻ എമംഗ് ചിൽഡ്രൻ ഏജ്ഡ് 0 to 3 years. ജനിച്ച കുട്ടി തൊട്ട് 3 വയസ്സുള്ള കുട്ടി വരെ പോഷകമില്ലായ്മ അവർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോഷക ഗുണമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കാനുള്ള പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തിരുന്നു. പിന്നെ ടു പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ടു ആൾ വില്ലേജുകളിൽ ഇലക്ട്രിസിറ്റി കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ടു ജനറേറ്റ് 50 million ന്യൂ വർക്ക് ഓപ്പർച്യൂണിറ്റി ഇൻ ദ നോൺ ഫാം സെക്ടറിൽ 50 million പുതിയ വർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ഈ 12th പ്ലാനിൽ വന്നിരുന്നത്. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് നീതി ആയോഗ്? നീതി ആയോഗിൻ്റെ മെയിൻ ഫങ്ഷൻസ് പോയിന്റ് വൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം അത് വായിച്ചു നോക്കുക. പോയിന്റ് വൈസ് എഴുതിയാൽ പോരാ, കാരണം അല്ലെങ്കിൽ എസ് എ വരാൻ ചാൻസ് ഉള്ള ഭാഗമാണ് കേട്ടോ. കോപ്പറേറ്റീവ് ആൻഡ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസം, അതായത് ഒരു കോമ്പറ്റേറ്റീവും ഒരുമിച്ചുള്ളൊരു കോർപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ് ഇവർ നീതി ആയോഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. ഒരുമിച്ച് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു മുന്നോട്ട് പോക്ക്. പിന്നെ ഷെയർഡ് നാഷണൽ അജണ്ട എന്ന് പറയും. നാഷണൽ അജണ്ട മാത്രമായിരുന്നു ഈ പ്ലാനിംഗ് കമ്മീഷൻ. പിന്നെ അതിനുശേഷം ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന രീതിക്കൊക്കെ ഇവർ അജണ്ടാസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ നീതി ആയോഗിന്. പിന്നെ സ്റ്റേറ്റ് ബെസ്റ്റ് ഫ്രണ്ട് അറ്റ് ദ സെൻറ്റർ. നീതി ആയോഗിനെ ആസ് എ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് സ്റ്റേറ്റ്സ് അറ്റ് സെൻറ്റർ, അതൊരു ടേമാണ്, അങ്ങനെയായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇപ്പോൾ സ്റ്റേറ്റ്സിന് അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രോഗ്രാംസ് ബിൽഡപ്പ് ചെയ്യാനും എല്ലാത്തിനും നീതി ആയോഗ് ഹെൽപ്പ് ചെയ്തിരുന്നു. അതാണ് അങ്ങനത്തെ ഒരു പോയിന്റ്. പിന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവർ ഡീസെൻട്രലൈസ് ചെയ്ത് കൂടുതൽ അതോറിറ്റീസിന് കൊടുത്തിരുന്നു. ഇതിപ്പോൾ അവർ മാത്രം ഒരു അതോറിറ്റി ആയിട്ട് നിൽക്കാതെ തന്നെ. അടുത്തത് വിഷൻ ആൻഡ് സെനേറിയോ പ്ലാനിങ്. അവരുടെ പ്ലാനിങ്സും കാര്യങ്ങളും, അവർക്ക് കറക്റ്റ് വിഷനും പ്രോപ്പർ വിഷനും അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ്സും ഉണ്ടായിരുന്നു. ഡൊമൈൻ സ്ട്രാറ്റജീസ് ഇപ്പോൾ നമ്മളുടെ ഓരോ സ്പേസിനനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ഓഫ് എക്സ്പെർട്ടൈസ്, അതായത് ഇതൊരു നെറ്റ്വർക്കിംഗ് ആണ്. നമുക്ക് നെറ്റ്വർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് സംഭവം വർക്കൗട്ട് ആവുള്ളൂ എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതൊരു നെറ്റ്വർക്കിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ എക്സ്പെർട്ടൈസുകളെ കണക്ട് ചെയ്തിട്ടാണ് പ്ലാനിങ്സും മറ്റു കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. നോളേജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ്, നമുക്കിതൊരു റിജിഡ് ആയിട്ടുള്ളൊരു സംഭവം ആയിരുന്നില്ല പ്ലാനിംഗ് കമ്മീഷൻ്റെ പോലെ. ഇതൊരു ഭയങ്കര ബ്രോഡാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിങ്ങനെ ഇന്നോവേഷൻസ്, പുതിയ കാര്യങ്ങളും പുതിയ അറിവുകളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ഹബ്ബിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് നീതി ആയോഗ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നിന്നും പബ്ലിക്കിലേക്ക് കിട്ടിയിരുന്നു. ഹാർമണൈസേഷൻ, ഒത്തൊരുമിച്ച് ഒരു ഹാർമണിയോട് കൂടിയിട്ട് നമ്മളുടെ ഇപ്പോൾ നാടിൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഐക്യം തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ നീതി ആയോഗിന് സാധിച്ചിരുന്നു. പിന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസ്, എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് പിന്നെ അത് പറഞ്ഞ് ഇതല്ലാതെ ഇത് റിസോൾവ് ചെയ്ത് പോയിരുന്നു. കോൺഫ്ലിക്ട്സ് ഇപ്പോൾ ഇന്ന പ്ലാനിങ്ങിൽ ഇന്ന ഇഷ്യൂസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഡിറ്റർമൈൻ ചെയ്ത് അത് റിസോൾവ് ചെയ്തിരുന്നു. കോർഡിനേറ്റിംഗ് ഇൻ്റർഫേസ് വിത്ത് ദ വേൾഡ്, ഇതിപ്പോൾ ഗ്ലോബലി ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ഇൻ്ററാക്ഷൻസ് വരുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ മോദി പല ലോകരാഷ്ട്രങ്ങളിലേക്കും യാത്ര ചെയ്ത് അവരായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കൽ, ഇത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലും കൂടെ അതിന് ഇൻവോൾവ്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് ഇൻറ്റേർണൽ കൺസൾട്ടൻസി, അതായത് ഇൻറ്റേർണലി ഇപ്പോൾ നമ്മളെ സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാലും സെൻട്രൽ ഗവൺമെൻറ് ആണെന്ന് വെച്ച് കഴിഞ്ഞാലും അവർക്കൊരു കൺസൾട്ടിങ് ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കപ്പാസിറ്റി ബിൽഡിംഗ്, മോണിറ്ററിങ് ആൻഡ് ഇവല്യൂഷൻ. മോണിറ്റർ ചെയ്യാന്നുള്ളത് മെയിൻ സംഭവം തന്നെയാണ്. അല്ലെങ്കിൽ മോണിറ്ററിങ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തോരം പ്ലാൻ ഇട്ട് കഴിഞ്ഞാലും ഇത് മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ, ഇവാലുവേറ്റ് ചെയ്തില്ലെങ്കിൽ അത് തകർന്നടിയും. അപ്പം അങ്ങനത്തെ മെയിൻ ഫീച്ചേഴ്സ് നീതി ആയോഗിൻ്റെ അതാണ് വരുന്നത്. പിന്നെ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്?
രണ്ടും നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു എന്താണ് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഗ്രോത്തിനും കാര്യങ്ങൾക്കും വേണ്ടി നിലനിന്നിരുന്ന പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ഡിഫറൻസ് ഇങ്ങനെ എന്തെങ്കിലും നല്ലത് ഇങ്ങനെ ടേബിൾ വരച്ച് എഴുതുന്നതാണ്. ഞാൻ അപ്പോൾ ടെക്സ്റ്റിൽ നിന്ന് നോക്കിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ് വൈസ് കണ്ടത്. ടേബിൾ വരച്ച് നിങ്ങൾ എക്സാമിൻ്റെ ടൈമിലൊക്കെ ടേബിൾ വരച്ച് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ടീച്ചേഴ്സിന് കാണുമ്പോഴേക്കും നമുക്ക് മാർക്ക് ഇടാനൊക്കെ തോന്നും. അടുത്ത് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണ്? ന്യൂ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം കേട്ടോ. വിൽ ആക്ട് മോർ ലൈക്ക് തിങ്ക് ടാങ്ക് ഓർ ഫോറം. Say it supporters in contrast with the commission which imposed 5-year plan and allocated resources to hit set economic target. അതായത് നീതി ആയോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ മെച്ചം ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷനിലും ഉപരി ഇവരുടെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞ് കുറേ ടാർഗറ്റുകൾ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അച്ചീവ് ചെയ്യുക, ഇതൊക്കെ തന്നെയായിരുന്നു അവരൊരു ഫോറം ആ ഒരു മാതൃകയിലൊന്നല്ല പ്രവർത്തിച്ച് പോന്നിരുന്നത്. അവർ മെയിനായിട്ടൊരു സപ്പോർട്ടേഴ്സ് ആ ഒരു ഫോമാറ്റിലാണ് പോന്നിരുന്നത്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ അങ്ങനെ ആയിരുന്നില്ല. അവർക്കിപ്പോൾ ഇങ്ങനെ ടാർഗറ്റുകൾ കുറേ നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ പഠിക്കുമ്പോൾ അറിയാം ഇവർ ഇത്ര ടാർഗറ്റ് ഇട്ട് അത് സെറ്റായിട്ട് അത് അച്ചീവ് ആയില്ല, അങ്ങനെ കുറേ ഡ്രോബാക്സ് ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ്, ഇൻ നീതി ആയോഗ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ എക്സ്പെക്റ്റഡ് ടു പ്ലേ എ മോർ സിഗ്നിഫിക്കൻറ്റ് റോൾ ദാൻ ദേ ഡിഡ് ഇൻ ദ പ്ലാനിംഗ് കമ്മീഷൻ. നീതി ആയോഗിന് നേരത്തെ പറഞ്ഞു സ്റ്റേറ്റിന് കുറച്ചും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. മറ്റേ പ്ലാനിംഗ് കമ്മീഷനിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. പ്ലാനിംഗ് കമ്മീഷനിൽ സ്റ്റേറ്റ് റോൾ വാസ് ലിമിറ്റഡ് ടു ദ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ആൻഡ് ആനുവൽ ഇൻട്രാക്ഷൻ ഡ്യൂറിങ് പ്ലാൻ മീറ്റിംഗ്സ്. ഈ പറഞ്ഞ സംഭവങ്ങളിൽ മാത്രമാണ് സ്റ്റേറ്റിന് റോൾ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷനിൽ. അടുത്തത്, മെമ്പർ സെക്രട്ടറി നീതി ആയോഗ് ഈസ് ടു ബി നോൺ ആസ് ദ CEO. നീതി ആയോഗിൻ്റെ CEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർ സെക്രട്ടറി ആണ്. പ്രൈം മിനിസ്റ്റർ തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പ്ലാനിംഗ് കമ്മീഷൻസിൽ ഒരുപാട് വരുന്നുണ്ട് സെക്രട്ടറീസ്. മെമ്പർ സെക്രട്ടറീസ് വേർ അപ്പോയിൻറ്റഡ് ത്രൂ ദ യൂഷ്വൽ പ്രോസസ്സ്. ഈ പറഞ്ഞ പോലെ ഈ CEO അല്ലെങ്കിൽ മെമ്പർ സെക്രട്ടറീസ് അതിന് കീഴിലുള്ള ആളുകളൊക്കെ സാധാരണ പ്രോസസ്സ് വഴിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻ നീതി ആയോഗ് ന്യൂ പോസ്റ്റ് ഓഫ് CEO of secretary rank and vice chairperson will also have 5 full-time members and 2 part-time members. അതായത് അവർക്ക് വരുന്ന പോസ്റ്റുകളാണ്. ഇപ്പോൾ നീതി ആയോഗിലെ ഓർഗനൈസേഷനിൽ ഈ പറഞ്ഞ പോലെ സെക്രട്ടറി റാങ്ക് വരുന്നുണ്ട്, പിന്നെ ഒരു വൈസ് ചെയർപേഴ്സൺ വരുന്നുണ്ട്, 5 ഫുൾ ടൈം മെമ്പേഴ്സ് വരുന്നുണ്ട്, പിന്നെ 2 പാർട്ട് ടൈം മെമ്പേഴ്സ് വരുന്നുണ്ട്, 4 ക്യാബിനറ്റ് മെമ്പേഴ്സ് വരുന്നുണ്ട്. അവരൊക്കെ വരുന്നുണ്ട്. പ്ലാനിംഗ് കമ്മീഷനിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സണും പിന്നെ മെമ്പർ സെക്രട്ടറിയും പിന്നെ കുറച്ച് ഒരു ഫുൾ ടൈം മെമ്പേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് വ്യത്യാസം. നീതി ഈസ് എ തിങ്ക് ടാങ്ക് ആൻഡ് ഡസ് നോട്ട് ഹാവ് ദ പവർ ടു ഇമ്പോസ് പോളിസീസ്. അതായത് ഇതൊരു ഫോറമാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു തിങ്ക് ടാങ്ക് ഓർഗനൈസേഷനാണ്. ഇതിന് പോളിസീസ് സ്ട്രക്ചർ ചെയ്യാൻ പറ്റത്തില്ല. പോളിസീസ് നമ്മളിപ്പോൾ ഇന്ത്യൻ പോളിസി അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ടല്ലോ, അത് സ്ട്രക്ചർ ചെയ്യാന്നുള്ളത് സാധ്യമല്ല. പക്ഷെ പ്ലാനിംഗ് കമ്മീഷന് ഇമ്പോസിഡ് പോളിസീസ് ഓൺ സ്റ്റേറ്റ് ആൻഡ് അലോക്കേഷൻ ഓഫ് ഫണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടന്നിരുന്നു. ഡിഫറൻസിൽ നമുക്ക് അഡ്വാൻറ്റേജസും കിട്ടുന്നുള്ളൂ. അടുത്തത്, ഇൻ നീതി ആയോഗ് ദ നമ്പർ ഓഫ് ഫുൾ ടൈം മെമ്പേഴ്സ് കുഡ് ബി ഫ്യൂവർ ദാൻ പ്ലാനിംഗ് കമ്മീഷൻ. നീതി ആയോഗിൽ ഫുൾ ടൈം മെമ്പേഴ്സ് പ്ലാനിംഗ് കമ്മീഷനെക്കാട്ടിലും ഫ്യൂവർ ആയിരിക്കും, കുറവായിരിക്കും. ദ ലാസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ ഹാഡ് 8 ഫുൾ ടൈം മെമ്പേഴ്സ്. പ്ലാനിംഗ് കമ്മീഷനിൽ 8 ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അവസാനത്തേതിൽ. പിന്നെ നീതി ആയോഗ് ഹാസ് നോ പവർ ടു ഇലോക്കേറ്റ് ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യാനുള്ള പവർ നീതി ആയോഗിനില്ല. പ്ലാനിംഗ് കമ്മീഷന് അത് ഉണ്ടായിരുന്നു. പിന്നെന്താ, ഇൻ നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ ഹാവ് സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ ആൻഡ് ലെഫ്റ്റനന്റ് ഗവർണേഴ്സ്. The commission reported to National Development Council that had state chief ministers and lieutenant governors. മെയിൻ ഡിഫറൻസ് ആണ്. നീതി ആയോഗിന് ഗവേണിംഗ് കൗൺസിലും സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സും ലെഫ്റ്റനന്റ് ഗവൺമെൻറ്റും ഉണ്ട്. കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിനും. ദാറ്റ് ഹാഡ് ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൽ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സും ലെഫ്റ്റനന്റ് ഗവർണേഴ്സും മാത്രമാണ് ഉണ്ടായിരുന്നത്. അടുത്തത്, നീതി ആയോഗ് ഈസ് കൺസൾട്ടിംഗ് സ്റ്റേറ്റ് വൈൽ മേക്കിംഗ് പോളിസി ആൻഡ് ഡിസൈഡിങ് ഓൺ ഫണ്ട് അലോക്കേഷൻ. അതായത്
നീതി ആയോഗ് സ്റ്റേറ്റ്സിനെ കൺസൾട്ട് ചെയ്തിരുന്നു പോളിസി ഉണ്ടാക്കാനും ഫണ്ട് അലോക്കേഷനും. ഫൈനൽ പോളിസി വുഡ് ബി എ റിസൾട്ട് ഓഫ് ദാറ്റ്. ഫൈനൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ്. ബട്ട് പ്ലാനിംഗ് കമ്മീഷന് ഫോം ദ പോളിസി ആൻഡ് സ്റ്റേറ്റ് were then consulted about allocation of fund. പ്ലാനിംഗ് കമ്മീഷനാണ് പോളിസി ഫോം ചെയ്യുന്നത്, സ്റ്റേറ്റ്സ് ആണ് അലോക്കേഷന് ഫണ്ടുകൾ നോക്കിയിരുന്നത്. പിന്നെ ഇതിൻ്റെ എസ്സേസ് വരുന്നത് മെയിനായിട്ട് എന്താ, സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കണോമി, പിന്നെ സെക്കൻഡ് ആണ് കേട്ടോ അത്, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് പ്ലാനിംഗ് പ്രോസസ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ആഫ്റ്റർ അഡാപ്റ്റേഷൻ ഓഫ് ദ പോളിസി ഓഫ് ലിബറലൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ്സ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മളെ ഗ്രൂപ്പിലിടാം കേട്ടോ. ഞാനത് ഇതിൽ ഇനിയിപ്പോൾ ആഡ് ചെയ്ത്, ഇപ്പം തന്നെ വീഡിയോ ലോങ് ആണ്, അപ്പോൾ അത് ഇനി ആഡ് ചെയ്ത് ഇതാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഒരുപാട് എസ്സേസ് നമുക്കിങ്ങനെ പോയിൻറ്റ്സ് പറഞ്ഞു പോകണതിൽ പരിമിതിയുണ്ട്. സോ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ വിഷമിക്കേണ്ട, നോട്ട്സ് അപ്പോൾ തന്നെ വീഡിയോൻ്റെ കൂട്ടത്തിൽ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, പഠിക്കുക, നല്ലോണം പഠിച്ചു തുടങ്ങുക. ഇതുവരെ പഠിക്കാത്തവർ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാം. സമയം ഭയങ്കര കുറവാണ്. ബാക്കിയുള്ള സബ്ജക്ട്സ് നമുക്ക് ഉണ്ട്, ഒരുപാടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ദൈവം സഹായിച്ചതൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, താങ്ക് യു.